കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം മുൻ ജില്ലാ സെക്രട്ടറിമാരെ പ്രതികളാക്കി ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. അനീതി നിറഞ്ഞതും രാഷ്ട്രീയ പ്രേരിതവുമായ കുറ്റപത്രമാണ് ഇഡി കോടതിയിൽ സമർപ്പിച്ചതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ. കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് എ.സി. മൊയ്തീൻ എം.എൽ.എ. ബി.ജെ.പി ഡീലിന്റെ ഭാഗമായി സിപിഎം മുൻ ജില്ലാ സെക്രട്ടറിമാരെ സംരക്ഷിക്കുന്നതാണ് കുറ്റപത്രമെന്ന് അനിൽ അക്കര. ജില്ലയിൽ മഴക്കെടുതിയിൽ പരക്കെ നാശം. തൃശൂർ ഗുരുവായൂർ പാതയിൽ റെയിൽവേ ട്രാക്കിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീണു. ഇരിങ്ങാലക്കുടയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് പരിക്ക്. നെട്ടിശ്ശേരി ശിവപുരം റോഡിലെ 35ഓളം വീട്ടുകാർ വെള്ളക്കെട്ടിൽ. വടക്കാഞ്ചേരിയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. പാടൂരിൽ റോഡരികിലെ തോട്ടിൽ വീണ് വയോധികന് ദാരുണാന്ത്യം. ജില്ലയിൽ വീണ്ടും ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് ചാലക്കുടിയെയും മാളയെയും വിറപ്പിച്ച് 10ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. ശക്തമായ വെള്ളപ്പാച്ചിലിൽ കിഴുപ്പിള്ളിക്കരയിലെ മുനയം ബണ്ട് തകർന്നു. താന്യം കല്ലങ്കരമാട് പ്രദേശത്ത് തീരമിടിയുന്നു. 8 കുടുംബങ്ങൾ ഭീതിയിൽ. ഗുരുവായൂർ പെരിന്തട്ട ശിവക്ഷേത്രത്തിന് മുന്നിലെ കരിങ്കൽ ദീപസ്തംഭവും ഭണ്ഡാരവും കാറിടിച്ചു തകർന്നു. നടപ്പുരയ്ക്കും സുരക്ഷാ വേലിക്കും കേടുപറ്റി. ദേശീയപാത പാലിയേക്കരയിൽ ഗതാഗത കുരുക്ക് പതിവാകുന്നു. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത നിയന്ത്രണമാണ് കുരുക്കിനിടയാക്കുന്നത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സിപിഎം മുൻ ജില്ലാ സെക്രട്ടറിമാരെ ഇഡി പ്രതികളാക്കിയിട്ടുണ്ട്. പാർട്ടിയെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി. MM വർഗീസ്, A.C. മൊയ്തീൻ, K. രാധാകൃഷ്ണൻ MP തുടങ്ങിയവരെയും കേസിൽ പ്രതികളാക്കി. സിപിഎം ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറിയായിരുന്ന K.C. പ്രേമരാജനും പ്രതിയാണ്. വടക്കാഞ്ചേരി നഗരസഭയിലെ സിപിഎം കൌൺസിലർ മധു അമ്പലപുരമാണ് കേസിലെ 1ാം പ്രതി. സിപിഎം പൊറത്തിശ്ശേരി നോർത്ത് ലോക്കൽ സെക്രട്ടറി AR പീതാംബരൻ, സൌത്ത് ലോക്കൽ സെക്രട്ടറി MP രാജു എന്നിവരാണ് രാഷ്ട്രീയ പ്രവർത്തകരായ മറ്റു പ്രതികൾ. അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി 27 പ്രതികൾ കൂടിയുണ്ട്. ഇതോടെ കേസിൽ ആകെ പ്രതികൾ 83ആയി. തട്ടിപ്പ് നടത്തിയതുവഴി പ്രതികൾ സമ്പാദിച്ചത് 180 കോടിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 128 കോടി കണ്ടുകെട്ടിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ. കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് A.C. മൊയ്തീൻ M.L.A. വടക്കാഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൽ പേരാരാ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ പാർട്ടിക്ക് ആ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. കരുവന്നൂർ ബാങ്കിൽ പ്രശ്നങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറയില്ല. അതിന് സംസ്ഥാന സർക്കാർ ആവശ്യമായ ഡിപ്പാർട്ട്മെൻ്റൽ നടപടി സ്വീകരിച്ചതാണ്. പിന്നീട് പോലീസ് നടപടി ഉണ്ടായി. ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇഡി അതിന്മേൽ അന്വേഷണം തുടങ്ങിയത്. കേസിലെ പ്രധാന പ്രതികളെ മാപ്പ് സാക്ഷിയാക്കിയ ഇഡിയുടെ കുറ്റപത്രം പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും A.C. മൊയ്തീൻ M.L.A. പറഞ്ഞു. ഇഡിയുടെ നിലപാട് എന്താണെന്ന് രാജ്യവും കോടതിയും വിലയിരുത്തിയിട്ടുണ്ട്. കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് പങ്കില്ല. ഇതിനൊന്നും മുന്നിൽ പകച്ചു പോകില്ല. ഇഡിയുടെ നടപടി കേരളത്തിൽ വിലപ്പോകില്ലെന്നും രാഷ്ട്രീയ ലാഭത്തിനായി BJP ഇഡിയെ ഉപയോഗിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇഡിയുടെ നിലപാട് എന്താണെന്ന് രാജ്യവും കേരളവും കോടതിയും വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇഡി എങ്ങനെയാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നും രാജ്യത്തെ ജനങ്ങൾ കണ്ടതാണ്. കേരളത്തിൽ പ്രത്യേകിച്ചു ഇഡി എന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസി ഭരണകക്ഷിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സാധനമാണെന്ന് സുപ്രീം കോടതി ഉൾപ്പെടെ നിരവധി വിധികളിലൂടെ ഇപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ കാര്യത്തിലും ലോൺ കൊടുക്കാനോ കുടിശ്ശിക കുറച്ചു കൊടുക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർത്തതിൽ നിന്ന് കാര്യം വ്യക്തമാണ്. പ്രത്യേക ലക്ഷ്യം വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. തൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെന്ന് ഇഡി എഴുതി തന്നിട്ടുണ്ട്. ഭാര്യയുടെയും മകളുടെയും അക്കൗണ്ട് മരവിപ്പിച്ചത് നീതി നിഷേധമാണെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും A.C. മൊയ്തീൻ ചൂണ്ടിക്കാട്ടി. TCV, വടക്കാഞ്ചേരി. അനീതി നിറഞ്ഞതും രാഷ്ട്രീയ പ്രേരിതവുമായ കുറ്റപത്രമാണ് കരുവന്നൂർ കേസിൽ ഇഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും കെ.വി. അബ്ദുൽ ഖാദർ പറഞ്ഞു. കേന്ദ്ര ഭരണകക്ഷിയുടെ താൽപര്യങ്ങൾ മുൻനിർത്തി രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് കുറ്റപത്രത്തിൽ മുൻ ജില്ലാ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിയത്. കൊച്ചിയിലെ ഇഡി ഉദ്യോഗസ്ഥർ കൈക്കൂലി കേസിൽപ്പെട്ട സമയത്ത് വാർത്തകൾ വഴിതിരിച്ചുവിടാനുള്ള ആസൂത്രിത ശ്രമം കൂടിയാണ് ഇപ്പോഴത്തെ കുറ്റപത്രം. കുഴൽപ്പണ കേസിന്റെ കുറ്റപത്രത്തിൽ BJPയെ ഒഴിവാക്കിയ അതേ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇത്തരത്തിൽ നീതിയെ ബലി കഴിക്കുന്ന റിപ്പോർട്ട് നൽകിയിട്ടുള്ളതെന്നും കെ.വി. അബ്ദുൽ ഖാദർ ചൂണ്ടിക്കാട്ടി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ ഇഡിയുടെ അന്തിമ കുറ്റപത്രം ഭാഗികമാണെന്ന് അനിൽ അക്കര.
CPM BJP ഡീലിന്റെ ഭാഗമായി മുൻ ജില്ലാ സെക്രട്ടറിമാരെ വ്യക്തിപരമായി പൂർണ്ണമായി സംരക്ഷിക്കുന്നതാണ് കുറ്റപത്രമെന്നാണ് കുറ്റപ്പെടുത്തൽ. 83 പ്രതികളടങ്ങിയ കേസിൽ 3 CPM മുൻ ജില്ലാ സെക്രട്ടറിമാർ ഒഴികെയുള്ളവരുടെ പേരിൽ വ്യക്തിപരമായ സാമ്പത്തിക നേട്ടമടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മുൻ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായിരുന്ന AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, MM വർഗീസ് എന്നിവരുടെ പേരിൽ ഇത് ചുമത്തിയിട്ടില്ല. ഇവർക്ക് പാർട്ടിയുടെ രക്തസാക്ഷി പരിവേഷം നൽകുകയാണ്. കേസ് നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചയാണ് ഇടിക്ക് തുടക്കം മുതൽ തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നത്. CPM നേതാക്കന്മാരുടെ വ്യക്തിപരമായിട്ടുള്ള ധനസമ്പാദ്യത്തെക്കുറിച്ച് ഈ കേസിൽ ഒന്നും തന്നെ പറയുന്നില്ല. CPM നേതാക്കന്മാരായ 3 ജില്ലാ സെക്രട്ടറിമാർ പ്രതിയായി. അവരെ എല്ലാം രക്ഷപ്പെടുന്ന രീതിയിലാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. പാർട്ടിക്ക് വേണ്ടിയാണ് ഈ അഴിമതി, അല്ലെങ്കിൽ പാർട്ടിയുടെ ധനസമ്പാദനത്തിന് വേണ്ടിയാണ് ഈ അഴിമതി എന്ന രീതിയിലേക്ക് വന്നപ്പോൾ CPM നേതാക്കന്മാർക്ക് രക്തസാക്ഷി പരിവേഷം ഉണ്ടായ സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഇത് ചലഞ്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ കുറ്റപത്രം തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേൽക്കോടതികളിൽ CPMന് രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിലാണ് തയ്യാറാക്കിയത്. നേതാക്കന്മാർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും നൽകുന്നതാണ് കുറ്റപത്രം. കേസ് നടത്തിപ്പിൽ ഇഡിക്ക് ഗുരുതര വീഴ്ചയുണ്ടായി. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡീലിന്റെ പൂർത്തീകരണം മാത്രമാണ് ഇപ്പോൾ ഇഡി നടത്തിയിരിക്കുന്നതെന്നും അനിലക്കര ആരോപിച്ചു. ഈ കേസിന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പറഞ്ഞ വാക്ക് പാലിച്ച് CPM നേതാക്കന്മാർക്ക് ഭാവിയിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കുറ്റപത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കുറ്റപത്രം എന്ന് പറയുന്നത് എമ്പുരാൻ സിനിമയുടെ 2ാം റീസെൻസറിങ് പോലെയുള്ള CPM BJP ഡീലിന്റെ ഭാഗമായി സെൻസർ ചെയ്ത ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കുറ്റപത്രമല്ല. പിണറായി അതുപോലെ തന്നെ മോഡിയും ഈ രാജ്യത്ത് ഭരിക്കുന്നിടത്തോളം കാലം ഇവരുടെ അഴിമതികളൊന്നും പുറത്തു വരാൻ പോകുന്നില്ല എന്നതിന്റെ ഏറ്റവും പ്രഥമ ഉദാഹരണമായി ഈ കരുവന്നൂർ കേസ് മാറുകയാണ്. TCV തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് BJP നടത്തിയ ശക്തമായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങളുടെ വിജയമാണ് CPM ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് പുറത്തുകൊണ്ടുവരാൻ സാധിച്ചതെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നതെന്നും CPM രാഷ്ട്രീയ നേതൃത്വം നേരിട്ട് നടത്തിയ വൻ തട്ടിപ്പും കള്ളപ്പണ ഇടപാടുമാണിതെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. CPMന്റെയും സർക്കാരിന്റെയും കുപ്രചാരണങ്ങളാണ് ഇഡിയുടെ കുറ്റപത്രത്തിലൂടെ തുറന്നു കാട്ടിയതെന്നും BJP ജില്ലാ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യ പരാതിക്കാരൻ സുരേഷ് TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM നേരിട്ട് നടത്തിയ പകൽ കൊള്ളയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. താൻ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയതിനെ തുടർന്നാണ് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കുവാൻ കാരണം. സംഭവത്തിൽ സഹകരണ ഉദ്യോഗസ്ഥരെ കൂടി പ്രതികളാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കരുവന്നൂര് ശരിക്കും CPM സർക്കാരും ചേർന്ന് നടത്തിയ വൻ സഹകരണ കൊള്ളയാണ്. സാധാരണ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൊള്ള കേരളത്തിൽ നടത്തിയത് CPM ആണ്. അപ്പോൾ CPM കൊള്ള നടത്തി അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികളായി വന്നിരിക്കുന്നതുമ്പോൾ ആ പാർട്ടിയുടെ ആ ജീർണതയും ആ മൂല്യച്ചോഷമൊക്കെ തന്നെ പൊതുജനം വിലയിരുത്തേണ്ടതാണ്. സത്യത്തിൽ CPM നേരിട്ട് നടത്തിയ പകൽക്കൊള്ള തട്ടിപ്പാണ് കരുതുന്നത്. ഇതിന് ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരെ ശരിക്കും ഒരു കുറ്റക്കാരാക്കണം. അത് ഇഡി കള്ളപ്പണ ഇടപാട് വന്നോളുന്നില്ല. ക്രൈംബ്രാഞ്ച് എന്തായാലും ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെ അടക്കം പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു കുറ്റപത്രം തയ്യാറാക്കുന്നത് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലം മേഖലയിൽ മരങ്ങൾ വീണ് വ്യാപക നാശം. വിവിധയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായി. കാക്കാതിരുത്തിയിൽ മരം കടപുഴകി റോഡിലേക്ക് വീണതിനെ തുടർന്ന് 3 പീടിക ഇരിങ്ങാലക്കുട റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കനത്ത കാറ്റിൽ 3 പീടിക സെന്ററിന് തെക്ക് വശത്ത് ദേശീയപാതയിലേക്ക് മരം വീണു. 3 പീടിക APJ അബ്ദുൽ കലാം റോഡിലും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞിട്ടുണ്ട്. കയ്പമംഗലം മേഖലയിൽ പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായി. മുല്ലശ്ശേരി പാടൂരിൽ റോഡരികിലെ തോട്ടിൽ വീണ് വയോധികന് ദാരുണാന്ത്യം. പാടൂർ റോഡിന് സമീപം താമസിക്കുന്ന 80 വയസ്സുള്ള പത്യാല ബാലനെയാണ് തോട്ടിലെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടത്. നാട്ടുകാർ ഉടൻ തന്നെ ബാലനെ ഉടനെ പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. പാവറട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരിയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. പുന്നമ്പറമ്പ് നഗറിൽ സുരേഷിന്റെ ഭാര്യ 41 വയസ്സുള്ള രേണുകയാണ് മരിച്ചത്. ശക്തമായ മഴയിലും തുടർന്നുണ്ടായ ഇടിമിന്നലിനും ഇടയ്ക്ക് വീട്ടിൽ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ വാടക വീടിന്റെ പുറകുവശത്തുള്ള ഗ്രില്ലിൽ നിന്നാണ് രേണുകയ്ക്ക് ഷോക്കേറ്റത്.
ഷോക്കേറ്റ് രേണുക നിലത്ത് വീണപ്പോൾ സമീപത്ത് കളിക്കുകയായിരുന്ന 10 വയസ്സുകാരിയായ മകൾ ദേവാഞ്ജന ഓടിയെത്തി അമ്മയെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഷോക്കേറ്റതിനെ തുടർന്ന് കുട്ടി നിലവിളിച്ചു. ഈ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ രേണുകയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ഗുരുവായൂർ പാതയിൽ അമല പരിസരത്ത് റെയിൽവേ ട്രാക്കിൽ ഇലക്ട്രിക് ലൈനിലേക്ക് മരം വീണ് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പുലർച്ചെയാണ് മരം വീണത്. ഇതോടെ ഗുരുവായൂരിലേക്കും തിരിച്ചുമുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയിലും ട്രാക്കിലേക്ക് മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കനത്ത മഴയിൽ ഇരിങ്ങാലക്കുടയിൽ വീട് തകർന്നു വീണ് വയോധിക അടക്കം 2 പേർക്ക് പരിക്കേറ്റു. KIC സോൾവെന്റ് കമ്പനിക്ക് സമീപം പാറപ്പുറം വീട്ടിൽ സുധാദേവിയുടെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. അപകട സമയത്ത് വയോധികയായ സുധാദേവിയും മകൻ ഉമാശങ്കറിന്റെ ഭാര്യ നിഷയും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ മേൽക്കൂര തകർന്ന് ഉറങ്ങിക്കിടന്ന ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ നിഷയെയും സുധാദേവിയെയും സമീപവാസികൾ ഉടൻ തന്നെ ഓടുകൾ നീക്കി പുറത്തെടുത്ത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിൽ കടലേറ്റം രൂക്ഷം. കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി വളവ്, മൂസ റോഡ്, വെളിച്ചെണ്ണപ്പടി, മുനക്കക്കടവ് എന്നിവിടങ്ങളിലാണ് കടൽക്ഷോഭത്തെ തുടർന്ന് കടലേറ്റം രൂക്ഷമായത്. കടൽവെള്ളം കരയിലേക്ക് അടിച്ചു കയറി റോഡ് മുങ്ങിയ സ്ഥിതിയാണ്. മെയിൻ റോഡ് കടന്ന് പഞ്ചായത്ത് റോഡ് വരെ വെള്ളമെത്തി. കഴിഞ്ഞ ദിവസവും മേഖലയിൽ കടലേറ്റം രൂക്ഷമായിരുന്നു. കടൽ ഭിത്തിയില്ലാത്ത ഭാഗങ്ങളിലാണ് കടൽവെള്ളം അടിച്ചു കയറിയത്. വെള്ളം കയറിയ വീടുകളിലെ പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറി. ശക്തമായ മഴയെ തുടർന്ന് വടക്കാഞ്ചേരി പുഴയിലേക്ക് മരം വീണു. കല്ലംകുണ്ട് പാലത്തിനടുത്താണ് പുഴയിലേക്ക് മരം മറിഞ്ഞു വീണത്. മഴയെ തുടർന്ന് പുഴയിലെ ജലനിരപ്പ് ഉയർന്നു. മരം വീണത് പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിന് തടസ്സമായി. വെള്ളം സമീപത്തെ വീടുകളിലേക്ക് കയറുമോ എന്ന ആശങ്കയിലാണ് പരിസരവാസികൾ. ശക്തമായ കാറ്റിലും മഴയിലും തിരുവിലാമലയിൽ വാഴകൃഷി നശിച്ചു. ഒരിലാശ്ശേരി പന്തല്ലൂർ സുരേഷ് കുമാറിന്റെ വാഴത്തോട്ടമാണ് നശിച്ചത്. ഓണവിപണിയെ ലക്ഷ്യമാക്കി വെച്ച വാഴ നശിച്ചതിനാൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് സുരേഷിന് നേരിടേണ്ടി വന്നത്. പാരമ്പര്യമായി കൃഷി ചെയ്ത് ജീവിക്കുന്ന സുരേഷ് കുമാർ കിഡ്നി രോഗി കൂടിയാണ്. രൂക്ഷമായ കാട്ടുപന്നി ശല്യമുള്ള പ്രദേശമായതിനാൽ രാത്രിയും പകലും കാവലിരുന്നാണ് സുരേഷ് കുമാർ വാഴ കൃഷി ചെയ്തു വന്നിരുന്നത്. കൃഷി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൃഷിപ്പണി തന്നെയാണ് നമ്മളെ തൊഴിൽ, പാരമ്പര്യമായിട്ട് തന്നെ. പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു കിഡ്നി പേഷ്യൻ്റ് കൂടിയാണ്. മാസം 14,000 രൂപ മരുന്നിന് മാത്രമാണ്. എന്നിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കൃഷി പണിയെന്ന് തൊഴിലാക്കിയിട്ട് കൊണ്ട് നടക്കുന്നത്. കരുവന്നൂർ പുത്തൻതോട് KLDC കനാലിൽ വീണ്ടും മരം കടപുഴകി വീണു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്ന കനാൽ സൈഡ് കെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായി ഇവിടെ നിന്നിരുന്ന 3 മരങ്ങളുടെ വേര് മുറിച്ചിരുന്നു. ഇതിലെ ഒരു മരമാണ് കനാലിലേക്ക് മറിഞ്ഞു വീണത്. കനത്ത മഴയിൽ മുല്ലശ്ശേരി പഞ്ചായത്ത് തിരുനെല്ലൂർ തണ്ണീർക്കായൽ മേഖലകളിലെ വീടുകളിൽ വെള്ളം കയറി. മുല്ലശ്ശേരി KLDC കനാലിന് സമീപമുള്ള തിരുനെല്ലൂർ മേഖലയിലും തണ്ണീർക്കായൽ പാടശേഖരത്തിന് സമീപമുള്ള വീടുകളിലുമാണ് വെള്ളം കയറിയത്. VK ഇബ്രാഹിം, മുറാദ് മുഹമ്മദ് അലി, മുഹമ്മദ് ഉണ്ണി, സലാം ഖാസിം, റഷീദ് മതിലകത്ത്, ഷിഹാബ് ഇബ്രാഹിം, P നസീർ തുടങ്ങിയവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഇടവേള. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം.
സ്വർണ്ണവിലയിൽ ടെൻഷൻ വേണ്ട കേട്ടോ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട്. കല്യാണം ഇനി ഡബിൾ ധമാക്കയിൽ. മനസ്സിലായില്ലേ? അവിടുത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഇരട്ട ലാഭാന്ന്. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം, സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാം. 25% മുതൽ 100% വരെ പണിക്കൂലിയിൽ ഇളവ് നേടാം. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവൽ റോക്കി കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകൾ തുടരുന്നു. ശക്തമായ കാറ്റിലും മഴയിലും ബ്ലാങ്ങാട് ബീച്ചിലുള്ള BBC ടൂറിസത്തിന്റെ ഷെഡ് പൂർണ്ണമായും തകർന്നു. CCTV ക്യാമറകൾ ഉൾപ്പെടെ ഇലക്ട്രോണിക് സാധനങ്ങൾ നശിച്ചു. ബീച്ചിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. ഏകദേശം 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. കനത്ത കാറ്റിലും മഴയിലും പെരിഞ്ഞനത്ത് കൃഷിനാശം. കൊച്ചി പറമ്പത്ത് ബാബുരാജിന്റെ കൃഷിയിടത്തിലാണ് നാശമുണ്ടായത്. കനത്ത കാറ്റിൽ 40ഓളം വാഴകളും 10ഓളം കവുങ്ങ്, തെങ്ങ്, ചാമ്പ, നെല്ലി, പുളിമരം എന്നിവയും ഒടിഞ്ഞു വീണു. തിരുവില്ലാമല പഞ്ചായത്ത് ഓഫീസിന് സമീപം കോരപ്പത്ത് റോഡിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. വീട്ടുവളപ്പിൽ നിന്നിരുന്ന മുരിങ്ങ മരം വൈദ്യുതി ലൈൻ കമ്പിയിലേക്ക് വീഴുകയായിരുന്നു. ഇതുമൂലം 5 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. കേബിൾ TV നെറ്റ്വർക്ക് ശൃംഖലകൾക്കും കനത്ത നാശനഷ്ടം ഉണ്ടായി. ശക്തമായ ചുഴലിക്കാറ്റിൽ ചാലക്കുടി മേഖലയിൽ കനത്ത നാശം. 8 വീടുകൾ ഭാഗികമായി തകർന്നു. 100ഓളം പറമ്പുകളിൽ കാർഷിക വിളകളും നശിച്ചു. 14 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. പലയിടത്തും വൈദ്യുതി വിതരണവും നിശ്ചലമായി. നഗരസഭാ പരിധിയിലെ പടിഞ്ഞാറേ ചാലക്കുടി മേഖലയിലായിരുന്നു അതിശക്തമായ ചുഴലിക്കാറ്റുണ്ടായത്. മൂഞ്ഞേലി, IRM LP സ്കൂൾ എന്നിവിടങ്ങളാണ് 60ലധികം വീട്ടുകാരുടെ കാർഷിക വിളകൾ കാറ്റിൽ നശിച്ചത്. വലിയ ജാതിമരങ്ങളും കവുങ്ങ്, പ്ലാവ് എന്നിവ കടപുഴകി. പലയിടത്തും വാഴത്തോട്ടങ്ങൾ നിലംപരിശായി. ഇവിടെ മാത്രം 5 വീടുകൾക്കാണ് തകർച്ച നേരിട്ടത്. മനപ്പടി ഭാഗത്ത് പൂനാലി വളപ്പിൽ ജോർജിന്റെ ടെറസ് വീട്ടിലെ ഷീറ്റ് ഒന്നടങ്കം പറന്നുപോയി തൊട്ടടുത്ത 2 വീടുകളായി പതിച്ചു. പൊന്നിരിശ്ശേരി, മിനി, തരകൻ, ശോശാമ്മ എന്നിവരുടെ വീടുകളാണ് ഇതുമൂലം ഭാഗികമായി തകർന്നത്. വാര്യത്ത് രാധയുടെ വീടിന് മരം വീണ് കേടുപാടുണ്ടായി. ചില്ലായി മോഹനൻ, കുറ്റിയിൽ പോൾ എന്നിവരുടെ ജാതിത്തോട്ടങ്ങളും വാഴ, കവുങ്ങ് എന്നിവയും ഒടിഞ്ഞു വീണു. മാമ്പറക്കാട്ടിൽ നിർമ്മലയുടെ വീടിന് മുകളിൽ തേക്ക് മരം വീണു. ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെ ഇരുമ്പ് ഗേറ്റ് കാറ്റിൽ പറന്നുപോയി. തൊട്ടടുത്ത മരത്തോമ്പള്ളി ഭരതക്ഷേത്രം റോഡിൽ പ്ലാവ് വീണ് 2 ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു. മേലൂർ പഞ്ചായത്തിലെ പൂലാനിയിലും 3 വീടുകൾക്ക് നാശനഷ്ടങ്ങൾ നേരിട്ടു. ഇവിടെ 20ഓളം വീടുകളിലെ ജാതിമരങ്ങളും വാഴകൃഷിയും നശിച്ചു. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിൽ മരം വീണു. 1 മണിക്കൂറോളം ആളുകളെ കടത്തിവിട്ടില്ല. മലക്കപ്പാറ റോഡിൽ പലയിടത്തും റോഡിന് കുറുകെ മരങ്ങൾ വീണു. ഇവിടത്തെ വാഹന ഗതാഗതവും 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. അതിരപ്പള്ളിയിലെ റിസോർട്ടുകളിൽ മരങ്ങൾ വീണു. നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പനും വാർഡ് കൌൺസിലർമാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചാലക്കുടി അഗ്നിശമന സംഘവും വിവിധ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തി. TCV ന്യൂസ്, ചാലക്കുടി. മാളയിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 100 കണക്കിന് ജാതിമരങ്ങൾ, വാഴകൾ, തെങ്ങ്, കവുങ്ങ് എന്നിവ കാറ്റിൽ നശിച്ചു. വടമയിൽ മരം വീണ് കോപ്പിള്ളിപ്പറമ്പിൽ സരസന്റെ വീടിനോട് ചേർന്നുള്ള ഓടുമേഞ്ഞ തൊഴുത്ത് പൂർണ്ണമായി തകർന്നു. സരസന്റെ കോഴി ഷെഡും ഭാഗികമായി തകർന്നു. പരിസരത്തെ ഇന്ദിരാ ശിവരാമന്റെ 15 ജാതിമരങ്ങളും വാഴകളും കടപുഴകി വീണു. വടമ കല്ലിക്കാട്ട് പ്രേമചന്ദ്രന്റെ 5 ജാതിമരങ്ങളും വാഴകളും വീണു. പ്ലാവിൻമുറിയിൽ തിങ്കളാഴ്ച രാവിലെയുണ്ടായ കാറ്റിൽ തേക്കുമരം വീണ് 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വലിയപറമ്പിൽ തേക്കുമരം വീണ് പൂപ്പത്തി റോഡിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. അന്നമനട പഞ്ചായത്തിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. കാറ്റിൽ 10ഓളം വീടുകൾക്ക് മുകളിൽ മരം വീണു. ആർക്കും പരിക്കില്ല. മിന്നൽ ചുഴലി അന്നമനട പഞ്ചായത്തിലും കനത്ത നാശനഷ്ടം വരുത്തി. 100 കണക്കിന് വൈദ്യുതി കാലുകൾ തകർന്നു. കാട്ടകാമ്പാലിൽ മിന്നൽ ചുഴലിയിൽ വീടിന് മുകളിലെ ഷീറ്റ് റോഡിലേക്ക് വീണു. പഴഞ്ഞി ചെറുതുരുത്തി സ്വദേശി അബയുടെ വീടിന് മുകളിലെ ഷീറ്റാണ് ഇളകി റോഡിലേക്ക് വീണത്. ഈ സമയം റോഡിൽ യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് ഷീറ്റ് മുറിച്ചു മാറ്റിയാണ്
ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ശക്തമായ വെള്ളപ്പാച്ചിലിൽ കീഴ്പുള്ളിക്കരയിലെ മുനയം ബണ്ട് തകർന്നു. താന്യം പഞ്ചായത്തിലെ കല്ലങ്കരമാട് പ്രദേശത്ത് തീരം ഇടിയുന്നു. 8 കുടുംബങ്ങൾ ഭീതിയിൽ. കാട്ടൂർ താന്യം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് മുനയം ബണ്ട്. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ തടയണ തീർത്ത് കനോലി കനാലിൽ നിന്നുള്ള ഉപ്പുവെള്ളം തിരികെ വരാതെ നോക്കാനുള്ള സംവിധാനമാണിത്. ഉപ്പുവെള്ളം തിരികെ കയറി സമീപ പ്രദേശങ്ങളിലെ കൃഷിക്കും ഗാർഹിക ആവശ്യത്തിനുമായുള്ള വെള്ളത്തിനും ദോഷമില്ലാതിരിക്കാനാണ് വർഷം തോറും 40 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് താൽക്കാലിക തടയണ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിക്കുന്നത്. മുളയും ചാക്കും മണ്ണും ചേർത്തുള്ള നിർമ്മിതിയിൽ അഴിമതി ഉണ്ടെന്നുള്ളത് സ്ഥിരം പരാതിയാണ്. കരുവന്നൂർ പുഴ നിറഞ്ഞ വലിയ രീതിയിൽ വെള്ളം എത്തിയപ്പോൾ ബണ്ട് തകർന്ന വെള്ളം കനോലി കനാലിലേക്ക് പ്രവഹിക്കുകയാണ്. ഇതിനൊപ്പം താന്യം പഞ്ചായത്തിലെ കല്ലങ്കരമാട് പ്രദേശത്തുള്ള 8 കുടുംബങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത്. വെള്ളം കുത്തിയൊലിച്ചു പോയി തുടങ്ങിയതു മുതൽ ഇവർ താമസിക്കുന്ന പ്രദേശത്തിന്റെ വലിയൊരു ഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രായോഗിക നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നതും ബണ്ട് തകർച്ചയ്ക്ക് കാരണമായി പറയുന്നുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടികൾ വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ മുതൽ കെട്ടിന് മുകളിൽ കൂടെ ഓവർഫ്ലോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമീപവാസികൾ കോൺട്രാക്ടറെയും എയെ വിളിച്ചറിയിക്കുകയും ചെയ്തു. വളരെ നിരുത്തരവാദപരമായിട്ടാണ് കോൺട്രാക്ടറും ഡിപ്പാർട്ട്മെൻറ്റും പെരുമാറുന്നത്. ഇന്നലെ 3 മണി മുതൽ കെട്ടിന് മുകളിൽ കൂടെ വെള്ളം പോയിട്ടും വെറും ഒരാളെ നിർത്തി കുത്താമ്പാറ കൊണ്ട് മുകളിലെ മണ്ണ് നീക്കി ആ ഈ ബണ്ടിൻ്റെ ചെരിഞ്ഞ ഭാഗമായ പടിഞ്ഞാറ വശത്ത് കൂടി വെള്ളം ഒഴുക്കി വിട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കെട്ട് തള്ളി ഈ സൈഡ് മുഴുവൻ തള്ളിപ്പോയത്. ഏകദേശം 10-12 സെൻറ്റ് സ്ഥലം ഇന്ന് ഒലിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോഴും വീട്ടുകാർ ഭീഷണിയിലാണ്. കള വെക്കാനായിട്ട് അവരത് തുറക്കാണ്ടാണ് ഈ പടിഞ്ഞാറ് സൈഡ് കള തുറന്നത്. അത് ആ മണ്ണെടുത്ത് കയറ്റി വെക്കേണ്ട കാരണം ആ മണ്ണ് കയറ്റിയെടുത്ത് വെക്കേണ്ട കാരണം അവിടെ കള വെക്കാൻ ചെയ്തത്. അത് ആദ്യമേ അവിടെ കിഴക്കേ ഭാഗത്ത് കള വെക്കാൻ വെച്ചാൽ ഓവർഫ്ലോ കൊടുത്തിട്ടുണ്ട്. ആ കള തുറക്കാണ്ടാണ് പടിഞ്ഞാറ് സൈഡ് കള വെച്ച് ഈ വീടും ഈ പരിസരം മുഴുവൻ ഈ മണ്ണടിച്ച് കൊടുത്തു. കരുവന്നൂർ ജലപദ്ധതി, കുടിവെള്ള ജലപദ്ധതി, അതുപോലെ തന്നെ മറ്റ് ഇറിഗേഷൻ പദ്ധതികൾ ഇതൊക്കെ നടക്കുന്നത് ഈ മുനയം ബണ്ട് ഇവിടെ കെട്ടിയതിന് ശേഷമാണ്. ഇതിനെല്ലാം ശാശ്വതമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു ജലപദ്ധതി ഇന്നോളം അത് ശാശ്വതമായ ഒരു ബണ്ട് നിർമ്മാണം വന്നത് പൂർത്തീകരിക്കാനാകാതെ ഇന്ന് ജീവന് ഭീഷണിയായിട്ടാണ് ഈ നാട്ടുകാർ ഇന്ന് ഇരുകരകളിലും ജീവിക്കുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ. കുറുമാലിപ്പുഴയിലെ കുണ്ടുകടവിൽ പുഴയോരം വ്യാപകമായി ഇടിയുന്നു. പുഴയിൽ കൂട്ടിയിട്ട മണ്ണ് മാറ്റാത്തതിനാൽ പുഴ കരകവിഞ്ഞൊഴുകുന്നതാണ് പുഴയോരം ഇടിയാൻ കാരണമെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ശക്തമായ മഴയിൽ പുഴയിലെ താൽക്കാലിക മൺചിറകൾ പൊട്ടിയതും ജലനിരപ്പ് ഉയരാൻ കാരണമായി. പുഴയോരത്തെ കരിങ്കൽക്കെട്ട് ഉൾപ്പെടെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും പുഴയിലേക്ക് പതിക്കുമെന്ന നിലയിലാണ്. ഇവിടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലത്ത് പാലം പണി എങ്ങനെയായിരിക്കരുത് എന്നതിന്റെ തെളിവായി ഈ പാലം പണി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് പുഴയിൽ കൂട്ടിയിട്ട മണ്ണ് അത് നീക്കം ചെയ്യാതെ കൂട്ടിയിട്ട മണ്ണ് മുഴുവൻ കുത്തിയൊലിച്ച് പുഴ ചോന്നൊഴുകയാണ്. അത് ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലത്തിന്റെ വടക്ക് ഭാഗത്ത് 30 മീറ്ററുള്ള പുഴ അത് ചുരുങ്ങി 20 മീറ്ററായിട്ട് ചുരുങ്ങുക. പാലത്തിന്റെ കിഴക്കേ കരയിൽ ഇതിന്റെ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തീർത്തിട്ടുള്ള പ്രദേശം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംരക്ഷണ ഭിത്തി മാത്രമല്ല ഇടിഞ്ഞ് താഴെ പോവാ, ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഓരത്തുള്ള അലിഞ്ഞു പോകുന്ന കളിമണ്ണുള്ള പള്ളങ്ങളാണ് ഇതുവഴി ഇടിഞ്ഞു പോകാൻ സാധ്യതയുള്ളത്. പുഴയുടെ വീതി കുറഞ്ഞതോടെ 30 മീറ്ററുള്ള പുഴ 20 മീറ്ററായാണ് ഒഴുകുന്നത്. ഇതുമൂലം സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിലൂടെ പുഴ ഗതിമാറി ഒഴുകുന്ന സ്ഥിതിയാണ്. മഴ കനത്തിട്ടും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൂട്ടിയിട്ട മണ്ണാണ് ഇപ്പോൾ നീക്കുന്നത്. പാലത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ പുഴയിൽ കിടക്കുന്ന മണ്ണ് ടിപ്പറിൽ കൊണ്ടുപോയി മറ്റൊരിടത്തേക്ക് നിക്ഷേപിക്കുകയാണ്. എന്നാൽ ഈ മണ്ണ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പണിക്ക് ഉപയോഗിക്കാവുന്നതാണെന്ന് പരിഷത്ത് പ്രവർത്തകർ പറയുന്നു. കാലാവസ്ഥ വ്യതിയാനം മുന്നിൽ കണ്ട് ശാസ്ത്രീയമായുള്ള പാലം പണിയല്ല കുണ്ടുകടവിൽ നടക്കുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോപിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രത്തിന് മുന്നിലെ കരിങ്കൽ ദീപസ്തംഭവും കോൺക്രീറ്റിൽ ഉറപ്പിച്ച ഭണ്ഡാരവും കാറിടിച്ച് തകർന്നു. നടപ്പുരയ്ക്കും സുരക്ഷാവേലിക്കും കേടുപറ്റി. മന്ദലംകുന്ന് പാപ്പാളി സ്വദേശി ഇർഫാനും കുടുംബവും റെയിൽവേ സ്റ്റേഷനിലെത്തി തിരികെ പോകുന്നതിനിടയിലാണ് അപകടം.
മഴയത്ത് റോഡിലെ കുഴി മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിടുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. ഇരുമ്പിന്റെ സുരക്ഷാ വേലിയിൽ കുടുങ്ങിക്കിടന്ന കാർ പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് നീക്കി. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി. ചില സമയങ്ങളിൽ ടോൾ പ്ലാസ കടന്നും കുരുക്ക് നീണ്ടു. ആമ്പല്ലൂർ മുതൽ പുതുക്കാട് KSRTC സ്റ്റാൻഡ് വരെ വാഹനങ്ങൾ കടന്നുപോകാൻ വീതി കുറഞ്ഞ റോഡ് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഗതാഗത തടസ്സമുണ്ടാകാൻ കാരണം. ഇതുമൂലം ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ചില സമയങ്ങളിൽ 1 മണിക്കൂറോളം സമയമെടുത്താണ് ആമ്പല്ലൂർ മറികടക്കുന്നത്. സർവീസ് റോഡ് പൂർത്തീകരിക്കാത്തതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. ബസ്സുകൾ സർവീസ് റോഡിനോട് ചേർന്നാണ് ഇപ്പോൾ നിർത്തുന്നത്. ഇത്തരത്തിൽ ബസ്സുകൾ നിർത്തുന്നതും ദേശീയപാതയിൽ തിരക്കിന് കാരണമാകുന്നുണ്ട്. എന്നാൽ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഇത്തരത്തിലുള്ള ഗതാഗത നിയന്ത്രണമാണ് സാധ്യമാകുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. ചാവക്കാട് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് സമീപം കടപ്പുറത്ത് കരയ്ക്കടിഞ്ഞ ലോഹനിർമ്മിത പെട്ടി കപ്പലുകളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ റൈഫിളുകളിൽ ഉപയോഗിക്കുന്ന തിരകൾ സൂക്ഷിക്കുന്ന പെട്ടിയാണെന്നും ഉപയോഗശേഷം ഉപേക്ഷിച്ചതാകാമെന്നും പോലീസിന്റെ നിഗമനം. ശനിയാഴ്ച രാവിലെയാണ് കരയിൽ നിന്ന് കടലിലേക്ക് വലയെറിഞ്ഞ് മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പെട്ടി കിട്ടിയത്. മുനയ്ക്കക്കടവ് തീരദേശ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പെട്ടി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കടവല്ലൂർ കല്ലുംപുറത്ത് കാണാതായ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലുംപുറം ചാലിശ്ശേരി റോഡിൽ മേനോത്തുവളപ്പിൽ ഷാജിയുടെ മകൻ 20 വയസ്സുള്ള അഫ്താബാണ് മരിച്ചത്. കല്ലുംപുറം ചെഗുവേര റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ BBAക്ക് പഠിക്കുന്ന അഫ്താബ് അവധിക്ക് വീട്ടിൽ വന്നതാണ്. ഞായറാഴ്ച രാവിലെ മുതലാണ് അഫ്താബിനെ കാണാതായത്. കുന്നംകുളത്തു നിന്നും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. നാട്ടുകാരുടെ സഹായത്തോടെയാണ് മൃതദേഹം പുറത്തെടുത്തത്. പുനർനിർമ്മാണം നടത്തുന്ന വേലൂർ കിടായിപ്പാടം മിനി ഡാമിന്റെ സംരക്ഷണ ബണ്ടുകൾ മഴയിൽ തകർന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് മഴ തുടങ്ങുമ്പോഴേക്കും ബണ്ടുകൾ തകർന്നു വീഴാൻ ഇടയാക്കിയതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. വേലൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് കിടായിച്ചിറ. 4 ഏക്കറോളം വിസ്തൃതിയുള്ള തടാകത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നത് 3 കോടി രൂപ ചെലവഴിച്ചാണ്. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഒരു വശത്തെ സംരക്ഷണ ബണ്ട് തകർന്നത്. മണ്ണ് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി കെട്ടിയിരുന്ന കോൺക്രീറ്റ് ഭിത്തി ഏകദേശം 100 മീറ്റർ നീളത്തിൽ വിണ്ടുപൊട്ടി തകർന്നു വീഴുകയായിരുന്നു. മറുവശത്തെ കെട്ടും ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ്. തകർന്ന ഭാഗത്തെ മണ്ണ് ചിറയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ബണ്ട് തകരാൻ ഇടയാക്കിയതെന്ന് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ, പഞ്ചായത്ത് മെമ്പർ നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ എന്നിവർ പറഞ്ഞു. 3 പ്രാവശ്യം ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്. 3 പ്രാവശ്യം ഉദ്ഘാടനം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു പണി ഇവിടെ മര്യാദയ്ക്ക് നടന്നിട്ടില്ല. മഴ തുടങ്ങിയുള്ളൂ, അപ്പോഴേക്കും ഇത് ഇടിയാൻ തുടങ്ങി. ഒരു സൈഡൊന്നുമല്ല, 100 മീറ്ററോളാണ് ഇടിഞ്ഞിരിക്കുന്നത്. വേലൂർ ഗ്രാമപഞ്ചായത്ത് വളരെയധികം കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു പദ്ധതിയാണ് ഈ കിടായിച്ചിറ പദ്ധതി പുനരുദ്ധാരണം. അത് ഒരു മഴയ്ക്ക് തകർന്നെങ്കിൽ ഇനി അടുത്ത ഈ മഴക്കാലം കഴിയുമ്പോൾ ഈ ചിറ തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇവിടുത്തെ പ്രദേശവാസികളും വളരെ ഉത്കണ്ഠയിലാണ്. കാരണം അവരുടെ കയ്യിൽ നിന്നൊക്കെ സ്ഥലം ഏറ്റെടുക്കുകയും ഈ വെള്ളം വന്ന് തള്ളി അവരുടെ വീടുകളിലേക്കൊക്കെ എത്താൻ സാധ്യതകളാണ്. ഇത് എത്രത്തോളം ഉറപ്പിൽ നിൽക്കുന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല. ഇതിനിട്ടിരിക്കുന്ന കമ്പി പോലും ഇടാതെയാണ് ഇത് പണിതിരിക്കുന്നത്. ഇതിൻ്റെ അടി ബലപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ ശാസ്ത്രീയമായ രീതിയിലൊരു വർക്ക് ഇവിടെ നടത്തിയിട്ടില്ല. എന്തോ കുറച്ച് ഫണ്ട് അത് അവരുടെ പോക്കറ്റിലേക്ക് എത്താൻ വേണ്ടി ചെയ്തിട്ടുള്ള പണിയാണ്. ശാസ്ത്രീയമായ രീതിയിലല്ല നിർമ്മാണമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പദ്ധതിയുടെ നിർമ്മാണം പാതിയാകുമ്പോഴേക്കും 1.5 കോടി രൂപ കരാറുകാരൻ കൈപ്പറ്റിയെന്നും നിർമ്മാണത്തിലെ അപാകതകൾക്കും അഴിമതികൾക്കുമെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. TCB ന്യൂസ്, എരുമപ്പെട്ടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. മുളങ്ങുന്നത്കാവ് പഞ്ചായത്ത് വയോജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച പകൽ വീട് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എം.എൽ.എ ഓൺലൈനിലൂടെയാണ് പകൽ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ജെ. ദേവസി അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു വർഗീസ്, മുളങ്ങുന്നത്കാവ് പഞ്ചായത്ത് LSTD അസിസ്റ്റന്റ് എഞ്ചിനീയർ KS അനീഷ്യ, വൈസ് പ്രസിഡന്റ് മെറീന ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ലീന, PS വിനയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത റാപ്പ് ഗായകൻ വേടൻ ഗാനം ആലപിച്ചു. കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പുകാട്ടി മീനും മണക്കും നടുക്കടലിൽ കൊണ്ടാൽ കാറ്റും കൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ? കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ? അന്നം തന്നെ ഉന്നം ബലവാൻ എവനോ അവൻ തന്നെ മന്നൻ. ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ. CPM എങ്കക്കാട് സൌത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ എങ്കക്കാട് അപകട സാധ്യതയുള്ള 7 ജംഗ്ഷനുകളിൽ ട്രാഫിക് മിററുകൾ സ്ഥാപിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ട്രാഫിക് മിററുകൾ നാടിന് സമർപ്പിച്ചു. എങ്കക്കാട് കുന്നത്തുപറമ്പ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗവും ഓട്ടുപാറ ലോക്കൽ സെക്രട്ടറിയുമായ MJ ബിനോയ്, CPM ലോക്കൽ കമ്മിറ്റി അംഗം S രാമചന്ദ്രൻ, മുൻ നഗരസഭാ കൌൺസിലർ VP മധു തുടങ്ങിയവർ സംസാരിച്ചു. കുടക്കുഴി ചെമ്പ്രയൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ആൽമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. ക്ഷേത്രമതിലും ഗേറ്റും തൊട്ടടുത്തുള്ള വീടിന്റെ ഒരു ഭാഗവും തകർന്നു. അഞ്ചേരി മനോജിന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നത്. ആളപായം ഇല്ല. 200 വർഷത്തോളം പഴക്കമുള്ള ആൽമരത്തിന്റെ വലിയ കൊമ്പുകളാണ് നിലം പതിച്ചത്. വാർഡംഗം രമണി രാജൻ സ്ഥലത്തെത്തി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ E ചന്ദ്രൻ, PR പ്രസാദ്, KN ഗോപി, PP പ്രദീപ്, സന്തോഷ് അഞ്ചേരി, KB സനൂപ് എന്നിവർ മരം മുറിച്ചു മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗാന്ധിയനും അഖില കേരള ബാലജന സഖ്യം തൃശൂർ യൂണിയൻ രക്ഷാധികാരിയുമായിരുന്ന അന്തരിച്ച PV ഗംഗാധരനെ സഖ്യം അനുസ്മരിച്ചു. സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സഹരക്ഷാധികാരി TT പോൾ അധ്യക്ഷത വഹിച്ചു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ജില്ലാ ചെയർമാൻ N രാജഗോപാൽ, PS സുകുമാരൻ, അഡ്വക്കേറ്റ് TS മയദാസ്, ജോൺസൺ ചെറുമൽ, PJ സ്റ്റൈജു, ശ്രീനിവാസൻ കോവാത്ത്, KB പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. അനാഥത്വത്തിന്റെ തോരാമഴയിൽ കഴിഞ്ഞിരുന്ന വയോധികന് ആശ്രയത്തിന്റെ കുടയുമായി തെരുവോരം മുരുകനും സംഘവും. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് കടപ്പുറത്തും കടത്തിണ്ണകളിലും കാലങ്ങളായി കഴിഞ്ഞു വന്നിരുന്ന വേണു എന്ന വയോധികന് ബന്ധുക്കളെന്ന പോലെ ഓർമ്മയും കൂട്ടിനില്ല. 50 വർഷത്തിലേറെയായി നാട്ടുകാർക്ക് സുപരിചിതനായ വേണു ആർക്കും ഉപദ്രവമില്ലാതെ തെരുവിൽ കഴിയുകയായിരുന്നു. മുൻപൊരിക്കലുണ്ടായ വാഹനാപകടത്തിൽ തലയ്ക്ക് മുറിവേറ്റതിന്റെ തുന്നിക്കെട്ടലുമായാണ് വേണുവിന്റെ അലച്ചിൽ. വേണുവിനെ ഏറ്റെടുക്കാൻ ബന്ധുക്കൾ തയ്യാറാക്കാത്ത സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ DYSP VK രാജു ഇക്കാര്യം മുരുകന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. അഴീക്കോട് കടപ്പുറത്തു നിന്നും വേണുവിനെ കണ്ടെത്തിയ മുരുകൻ മുടിവെട്ടി കുളിപ്പിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങളും വയറു നിറയെ ഭക്ഷണവും നൽകി വയോധികനെ ഏറ്റെടുത്തു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തളിക്കുളം പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയുടെ പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടൻ അർഹനായി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ജൂൺ 19 വൈകിട്ട് 4 സ്നേഹതീരത്ത് നടക്കുന്ന ചടങ്ങിൽ പാർലമെന്റ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാൻ KC വേണുഗോപാൽ സമ്മാനിക്കുമെന്ന് തളിക്കുളം സ്മാരക സമിതി പ്രസിഡന്റ് TN പ്രതാപൻ അറിയിച്ചു. എഴുത്തുമുറി സാഹിത്യ കൂട്ടായ്മയുടെ കവിതാ പുരസ്കാരം മലപ്പുറം ഏലംകുളം സ്വദേശി K പ്രസീദയുടെ ജഗരന്തയിലെ ഊഞ്ഞാൽ എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചു. പ്രസാദ് കാക്കശ്ശേരി, അഹമ്മദ് മുഹീദ്ദീൻ, ശ്രുതി KS എന്നിവരടങ്ങിയ ജഡ്ജിംഗ് പാനലാണ് പുരസ്കാര നിർണയം നടത്തിയത്.
എഴുത്തുമുറി ശ്രീ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ സൈനുദ്ദീൻ ഇരട്ടപ്പുഴയ്ക്കും കരുണൻ സ്മാരക പുരസ്കാരം നാടകപ്രവർത്തകൻ മുരുകനും നൽകും. ആഗസ്റ്റിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ അഹമ്മദ് മുഹീദ്ദീൻ, PV ദിലീപ്, കുമാർ, മെഹർ എന്നിവർ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്തിലെ 77-ാം നമ്പർ സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനം MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ സപ്ന റഷീദ്, പഞ്ചായത്ത് മെമ്പർമാരായ ശുഭ അനിൽകുമാർ, ഷെർലി ദിലീപ് കുമാർ, ബിന്ദു ശർമ്മ, വിജിനി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ പ്രധാന അടയ്ക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടയ്ക്ക കേന്ദ്രത്തിന്റെ 72-ാം വാർഷികവും പുതിയ മാർക്കറ്റിന്റെ 2ാം വാർഷികവും ആഘോഷിച്ചു. പഴയ മാർക്കറ്റിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി കർഷകരും വ്യാപാരികളുമായി 70 ടൺ അടയ്ക്ക ലേലത്തിന് എത്തി. ചാലിശ്ശേരി പഴയ അടയ്ക്ക കേന്ദ്രത്തിൽ കർഷകർക്ക് കിലോയ്ക്ക് 450 രൂപ വരെ വില ലഭിച്ചു. 1953-ലാണ് ചാലിശ്ശേരിയിൽ അടയ്ക്ക കേന്ദ്രം തുടങ്ങിയത്. 2023 മെയ് 25-ന് ആധുനിക രീതിയിൽ പഴയ അടയ്ക്ക കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. വാർഷികാഘോഷ പരിപാടികൾക്ക് രക്ഷാധികാരി ഷിജോയ് തോലത്ത്, പ്രസിഡന്റ് ബഷീർ മണാട്ടിൽ, വൈസ് പ്രസിഡന്റ് KH സാലിഹ് കാണക്കോട്ടിൽ, സെക്രട്ടറി ബാബു കണ്ടരാമത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,990 രൂപ, പവന് 71,920 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,728 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM മുൻ ജില്ലാ സെക്രട്ടറിമാരെ പ്രതികളാക്കി ED കുറ്റപത്രം സമർപ്പിച്ചു. അനീതി നിറഞ്ഞതും രാഷ്ട്രീയ പ്രേരിതവുമായ കുറ്റപത്രമാണ് ED കോടതിയിൽ സമർപ്പിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് AC മൊയ്തീൻ MLA. BJP ഡീലിന്റെ ഭാഗമായി CPM മുൻ ജില്ലാ സെക്രട്ടറിമാരെ സംരക്ഷിക്കുന്നതാണ് കുറ്റപത്രമെന്ന് അനിൽ അക്കര. ജില്ലയിൽ മഴക്കെടുതിയിൽ പരക്കെ നാശം. തൃശൂർ ഗുരുവായൂർ പാതയിൽ റെയിൽവേ ട്രാക്കിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീണു. ഇരിങ്ങാലക്കുടയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് പരിക്ക്. നെട്ടിശ്ശേരി ശിവപുരം റോഡിലെ 35ഓളം വീട്ടുകാർ വെള്ളക്കെട്ടിൽ. വടക്കാഞ്ചേരിയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. പാടൂരിൽ റോഡരികിലെ തോട്ടിൽ വീണ് വയോധികന് ദാരുണാന്ത്യം. ജില്ലയിൽ വീണ്ടും ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് ചാലക്കുടിയെയും മാളയെയും വിറപ്പിച്ച് 10ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. ശക്തമായ വെള്ളപ്പാച്ചിലിൽ കീഴ്പിള്ളിക്കരയിലെ മുനയം ബണ്ട് തകർന്നു. താന്യം കല്ലങ്കരമാട് പ്രദേശത്ത് തീരം ഇടിയുന്നു. 8 കുടുംബങ്ങൾ ഭീതിയിൽ. ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രത്തിന് മുന്നിലെ കരിങ്കൽ ദീപസ്തംഭവും ഭണ്ഡാരവും കാറിടിച്ചു തകർന്നു. നടപ്പുരയ്ക്കും സുരക്ഷാ വേലിക്കും കേടുപറ്റി. ദേശീയപാത പാലിയക്കരയിൽ ഗതാഗത കുരുക്ക് പതിവാകുന്നു. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത നിയന്ത്രണമാണ് കുരുക്കിനിടയാക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.